സിനിമാ രംഗത്ത് താരപുത്രിമാർ നിരവധി ഉണ്ടെങ്കിലും സ്വയം പ്രയത്നം കൊണ്ട് കരിയറിൽ വളർന്നവർ ചുരുക്കമാണ്. എന്നാൽ ഉലക നായകൻ കമൽഹാസന്റെ മകളാണെങ്കിലും ശ്രുതി ഹാസന് അച്ഛന്റെ പേരും സ്വാധീനവും ഉപയോഗിച്ച് കരിയറിൽ മുന്നോട്ട് നീങ്ങാൻ താല്പര്യമേ ഇല്ല. കരിയറിലും ജീവിതത്തിലുമെല്ലാം സ്വന്തം തീരുമാനങ്ങളാണ് ശ്രുതി എടുക്കാറ്. അച്ഛൻ കമൽഹാസനും അമ്മ സരികയും സ്വതന്ത്രമായി ജീവിച്ചവരാണ്. ഇത് ശ്രുതിയും ആവർത്തിക്കുന്നു. കരിയറിലും ജീവിതത്തിലുമെല്ലാം പാളിച്ചകൾ ശ്രുതിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനും തിരുത്തി മുന്നോട്ട് പോകാനും ശ്രുതിക്ക് കഴിയുന്നു. ശ്രുതിയുടെ വ്യക്തിജീവിതം പലപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട്. ഒന്നിലേറെ തവണ പ്രണയവും പ്രണയ തകർച്ചയും ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായി. നടൻ സിദ്ധാർത്ഥും ശ്രുതിയും തമ്മിലുണ്ടായ പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ ഏറെ ചർച്ചയായതാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കമൽഹാസന് വരെ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ അധിക നാൾ ഈ പ്രണയബന്ധം മുന്നോട്ട് പോയില്ല. ഇതോടെ ഇരുവരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. ഇറ്റലിക്കാരനായ മൈക്കൽ കോർസലുമായുള്ള ശ്രുതിയുടെ പ്രണയവും വാർത്താ പ്രാധാന്യം നേടി. ലണ്ടനിലെ ഒരു കൺസേർട്ടിൽ വെച്ചാണ് ശ്രുതിയും മൈക്കലും പരിചയപ്പെടുന്നത്. പ്രണയത്തിലായ ഇരുവരും നിരവധി തവണ പാപ്പരാസി ക്യാമറയിൽപ്പെട്ടു. മൈക്കലുമായുള്ള പ്രണയത്തെക്കുറിച്ച് ശ്രുതി ഒരിക്കലും തുറന്ന് സംസാരിച്ചിട്ടില്ല. 2019 ശ്രുതിയും മൈക്കലും ബ്രേക്കപ്പ് ആകുന്നത്. പിരിഞ്ഞ സമയത്ത് മൈക്കൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധ നേടി. ജീവിതം ഞങ്ങളെ ഭൂമിയുടെ 2 ധ്രുവങ്ങളിലാക്കി. ഞങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള വഴികളിലേക്ക് നടക്കണം. പക്ഷേ ഈ ചെറുപ്പക്കാരി എപ്പോഴും തൻ്റെ ബെസ്റ്റ് മേറ്റ് ആയിരിക്കുമെന്ന് മൈക്കൽ കുറിച്ചു. ഡൂഡിൽ ആർട്ടിസ്റ്റായ ശന്തനു ഹസാരികയാണ് ശ്രുതിയുടെ ഇപ്പോഴത്തെ പങ്കാളി. 38-കാരിയായ ശ്രുതി പക്ഷെ ഇപ്പോഴും വിവാഹത്തിന് തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ച് നടി മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വിവാഹമെന്ന സങ്കല്പത്തിൽ തനിക്ക് ഇതുവരെ വിശ്വാസം വന്നിട്ടില്ലെന്ന് ശ്രുതി പറയുന്നു. എനിക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല. ഈ പ്രായത്തിൽ എനിക്ക് വിവാഹം ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അത് കുഴപ്പമില്ല. ഭൂരിഭാഗം പേരും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ വിവാഹം ചെയ്തേക്കും, ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. എൻ്റെ അജണ്ടയിൽ വിവാഹമില്ല. പക്ഷേ ഒരു നല്ല പങ്കാളിയെ കണ്ടെത്തുക എന്നതായിരുന്നു എന്നും എൻ്റെ അജണ്ട. ഒരു സാരി സെലക്ഷൻ ആയാലും സാമ്പാർ ഉണ്ടാക്കുകയായാലും ആദ്യ ശ്രമത്തിൽ ശരിയാവില്ല. ജീവിതത്തിന് മൂല്യം കൂടുക എന്നതാണ് പ്രണയബന്ധം കൊണ്ട് താൻ മനസ്സിലാക്കുന്നതെന്നും ശ്രുതി വ്യക്തമാക്കി. സലാറാണ് ശ്രുതിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പ്രഭാസ് നായകനായ സിനിമ മികച്ച വിജയം നേടി.